ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് മൈദയും അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയിൽ മാത്രം തയ്യാറാക്കി എടുത്താൽ മതി എന്നുള്ളവർക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതെല്ലാം മൈദയിൽ ചെയ്തെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ 2 കപ്പ് മൈദ എടുത്ത് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി ഇട്ട് കൊടുക്കാൻ നേരത്ത് ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി മറന്നുപോയതാണ്. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പോരാതെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ചൊഴിച്ചു കൊടുത്താൽ അതിൻ്റെ പരുവം തെറ്റും. ആദ്യം ഒരു 1/4 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 1/4 ഭാഗം ബാക്കിയുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതുപോലെ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് കുഴയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾ ഷേപ്പിലാക്കി മാറ്റാവുന്നതാണ്. കുറച്ചായിട്ട് എടുത്തിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതേപോലെ ബോൾ ഷേപ്പിലാക്കി മാറ്റുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ആ ഒരു വലിപ്പത്തിൽ ചെയ്ത് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ള അടയും അതുപോലെ തന്നെ ചവരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഗോതമ്പിൻ്റെ അടയ്ക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിലുള്ള ചവരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അടയും ചവരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനിതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പശുവിൻ പാലോ പാൽപ്പൊടി കലക്കിയതോ എങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ശർക്കരയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഒരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഇത്രയും തന്നെ അട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ളത് മാറ്റിയതിന് ശേഷം ബാക്കി കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും നെയ്യിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. നമുക്ക് പലഹാരത്തിന് ഫില്ലിങ്സിനായിട്ട് ഈ ഒരു പരുവാണ് കറക്റ്റ് പരുവം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഓണത്തിനും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ ഈ ഒരു അടപ്രഥമൻ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലൊരു പലഹാരവും കൂടെ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ആ ഒരു മാവിൽ നിന്ന് ഒരു മാവ് എടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വലിപ്പത്തിലല്ല, ഒരു മീഡിയം വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ 2 ഉരുള മാവും ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അടപ്രഥമൻ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പരത്തി മാറ്റി വെച്ചിരുന്ന ഒരു മാവ് ഇതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു വക്കുള്ള പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ വക്ക് അമർന്നിരിക്കുകയും ചെയ്യും. കട്ട് ചെയ്തെടുത്ത മാവിനെ നമുക്ക് ലാസ്റ്റായിട്ട് വീണ്ടും പരത്തി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ്സ് ഒന്നും പുറത്തോട്ട് ഒട്ടും പോവുകയില്ല. നമുക്കിത് നന്നായിട്ട് നല്ലൊരു ഷേപ്പിൽ കാണാൻ നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. ഇതേപോലെ തന്നെ ചെയ്ത് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിനായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മാവിൽ നിന്ന് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുകൾ ഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വെന്തതായതുകൊണ്ട് പൊട്ടിപ്പോകത്തില്ല. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഒരു മാവ് എണ്ണയിൽ മുഴുവനായിട്ടും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഫ്രൈ ആക്കരുത്. അങ്ങനെ ആകുമ്പോഴും ഇത് ഫില്ലിങ്സ് ഒക്കെ പൊട്ടി പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ലൊരു ഐറ്റമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.